40 വർഷത്തിലെ 40 പ്രൊജക്ടിൻ്റെ ഏതാനും പ്രൊജക്റ്റുകൾ കഴിഞ്ഞ പല പ്രോഗ്രാമിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 1990 എൻ്റെ ഒരു ചെറിയ കണ്ടെത്തൽ, ഒരു ചെറിയ പ്രോജക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 1990 എൻ്റെ വിവാഹം. അന്ന് എനിക്ക് ബ്രൈറ്റ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി എന്നൊരു സ്ഥാപനം രണ്ടത്താണി ഗ്രാമത്തിലുണ്ട്. TV നിർമ്മാണം, എമർജൻസി ലൈറ്റ് നിർമ്മാണം, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെബിലൈസർ പോലുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഇലക്ട്രോണിക്സ് പ്രോജക്റ്റുകൾ ഇങ്ങനെ ആവശ്യക്കാർക്ക് അത് ഉണ്ടാക്കി കൊടുക്കും, ഡിസൈൻ ചെയ്ത് കൊടുക്കും. നിങ്ങൾ എന്തൊരു ഐഡിയ പറഞ്ഞാലും അത് ഉണ്ടാക്കി തരിക എന്നത് എൻ്റെ ഒരു ടേസ്റ്റാണ്. അത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം അത് ഉണ്ടാക്കി കൊടുക്കല. അങ്ങനെ 1990 ധാരാളം പ്രൊജക്റ്റുകൾ ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് ചെയ്തതാണ് എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കുന്നത്. അഥവാ 1990 ഫെബ്രുവരി 18 എൻ്റെ വിവാഹം നടക്കുന്നത്. എന്തെങ്കിലും ഒരു പുതുമ വേണം, എവിടെങ്കിലും പുതുമകൾ ഉണ്ടാക്കുക, ആരും കാണാത്തത് കാണിച്ചു കൊടുക്കുക, കേൾക്കാത്തത് കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഇഷ്ടവും വിനോദവും അതുതന്നെയാണ്. എന്നാൽ പ്രായപൂർത്തിയായി വിവാഹിതനാകുമ്പോൾ ഒരുപാട് ഗസ്റ്റുകൾ, ഫ്രണ്ട്സ് വരുമ്പോൾ അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു പുതുമ കാണിക്കണം എന്നുള്ളതാണ് അടുത്തെൻ്റെ ചിന്ത. അതിനുവേണ്ടി കല്യാണ പന്തലൊരുങ്ങി, അന്നത്തെ പന്തലിൻ്റെ കഥയൊക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ആൾക്കാർ ചിരിക്കും. ഒരാഴ്ച മുന്നേ വീടാന്തരം കയറി ഇറങ്ങി പഴയ സാരികളൊക്കെ സംഘടിപ്പിക്കും. പഴയ മുണ്ടുകൾ, വെളുത്ത മുണ്ട്, കള്ളിമുണ്ട്, പുള്ളിമുണ്ട്, വരമുണ്ടുകൾ, ഈ മുണ്ടുകളും സാരികളും പഴയതൊക്കെ സംഘടിപ്പിച്ച് കുറേ പിന്നൊക്കെ വെച്ച് ഓലപ്പന്തലിലാണ് അതൊക്കെ. ഓലക്കെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓല, അതിൻ്റെ ഒരാഴ്ച മുന്നേ കുഴിയെടുക്കും, അതിൽ കഴുങ്ങിൻ്റെ കുറ്റി സ്ഥാപിക്കൂ. എന്നിട്ട് ഈ കഴുങ്ങിൻ്റെ മേലെ പന്തൽ കെട്ടി ആ പന്തലെങ്കിൽ സീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സാരിയൊക്കെ ചുറ്റുന്നത്. പല കളർഫുൾ സാരികളാണ് പലയിടത്തുനിന്ന് മേടിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ അടിപൊളി കളർഫുൾ പന്തൽ ഒരുങ്ങിയിട്ടുണ്ട്. അതൊന്നും ടെക്നോളജി അല്ലല്ലോ. ഹംസയുടെ വിദ്യ ടെക്നിക്കലായി ജനങ്ങൾ എന്തെങ്കിലും കാണിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവിടെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഒരു TV VCR വെക്കുക എന്ന് പലരും പറഞ്ഞു. അതൊന്നും വലിയൊരു പുതുമയുള്ള കാര്യമല്ല. അന്ന് വലിയ പുതുമ ഞാൻ പറയാം, അതിലെന്ത് പുതുമയുള്ളത്? കാസറ്റ് ഇടുക, സിനിമ കാണിക്കുക, പന്തലിലേ വരുന്നവരൊക്കെ ഓക്കെ അതവിടെ ഇരിക്കട്ടെ, എൻ്റെ ബ്രൈറ്റിൽ അതുണ്ടായിരുന്നു, കൊണ്ടുവെക്കാൻ പറ്റും, പോരാ. ഒരു പ്രത്യേക ഓഡിയോ സിസ്റ്റം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. നന്നായി പാട്ട് എൻജോയ് ചെയ്തിരുന്നു അന്നൊക്കെ. ഞാനും വലിയ വലിയ ചായപ്പെട്ടിയൊക്കെ മേടിച്ചു കൊണ്ടുവരും. ചായപ്പൊടിപ്പെട്ടി എന്നാണ് പറയുന്നത്, ഇതിനൊക്കെ തക്കാളിപ്പെട്ടി, ചായപ്പൊടിപ്പെട്ടി, ഇതൊക്കെ തുറന്നതിലുള്ള സ്പീക്കർ വെച്ച് വലിയ ശബ്ദത്തിൽ ഓഡിയോ ആംപ്ലിഫയർ ഡെവലപ്പ് ചെയ്യുമായിരുന്നു 1990 അതുപോലെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുത്ത് അത് കല്യാണ പന്തലിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുകയും കൂടാതെ 8 സ്പീക്കറുകൾ കല്യാണ പന്തലിൻ്റെ 8 കോർണറിലായിട്ട് ഫിറ്റ് ചെയ്തു, പല ഭാഗങ്ങളിലായിട്ടു. അത് 8 വയറ് കൊടുത്തുകൊണ്ട് 8 ട്രാക്കുകളാക്കിയിട്ട് ചെയ്തു. 8 ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഓഡിയോ എഞ്ചിനീയർമാർക്ക് അറിയാം, 2 ട്രാക്ക് സ്റ്റീരിയോ എന്ന് പറയും, 2 ട്രാക്കാണ്. പിന്നെ ഒരു 4 ട്രാക്ക് കാലങ്ങൾ വന്നു, പിന്നെ അത് 6 ട്രാക്കും 8 ട്രാക്കും ആയിട്ടുണ്ട് ഇപ്പോൾ. എന്ന് അക്കാലത്ത് അങ്ങനെ ഒരു ട്രാക്കുകളെ കുറിച്ചൊന്നും വേണ്ടത്ര അറിവ് ഹംസക്കില്ലായിരുന്നു. പക്ഷേ ഹംസക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന മോഹങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും 8 ട്രാക്ക് തന്നെ ഉണ്ടാക്കണം എന്നും പറഞ്ഞ് 8 വയറ് 16 വയറ് വലിച്ച് പന്തലിൻ്റെ ചുറ്റും സ്പീക്കറുകൾ സ്ഥാപിച്ച് അതിൽ ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ ഒരു വരി ഒരു സ്പീക്കറിൽ പാടി, രണ്ടാമത്തെ വരി രണ്ടാമത്തെ സ്പീക്കറിൽ പാടും. ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ബാക്കിലെ സ്പീക്കറിൽ പറയുന്ന ഒരു ഫീലിംഗ് ആലോചിച്ച് നോക്കുക. ഒരു പടം ഇങ്ങനെ കാണുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറയുമ്പോൾ ആരും ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കൂലേ? എൻ്റെ പുറകിൽ നിന്ന് ആരോ വിളിച്ച പോലെ ഈ ഫീലിംഗ് ഉണ്ടാക്കുക അല്ലേ? ഡയറക്ഷൻ, സൗണ്ടിൻ്റെ വ്യത്യസ്ത ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ട്രാക്കുകളിലൂടെ ആയിട്ട് എൻജോയ് ചെയ്യുക, അത്തരം മ്യൂസിക്കുകളിൽ അത് എൻജോയ് ചെയ്യുക. പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്ന് പറയുക. അതൊരു ഓഡിയോ സിനിമയുടെ ഒരു പശ്ചാത്തലം ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് അക്കരന്ന് കേൾക്കും. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ വിളി കേൾക്കുക, ഞാനിവിടെ ഉണ്ടേ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വിളി കേൾക്കണേ, എന്ത് രസമായിരിക്കും അതൊക്കെ.